പ്രിയാസ് ടേസ്റ്റി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കൊഴുക്കട്ട എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായി 200 ഗ്രാം ശർക്കര, 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് തിളപ്പിക്കാനുള്ളതാണ്. ശർക്കരയിൽ വല്ല കല്ലോ പൊടിയോ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇനി ഈ അരിച്ചെടുത്ത ശർക്കര നമുക്ക് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം 2 മിനിറ്റ് നേരം ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം ഏകദേശം വറ്റാനാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 5 ഏലക്കയും കൂടി ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഏകദേശം 1 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതിലെ വെള്ളമൊക്കെ വറ്റി അങ്ങനെ കൊഴുക്കട്ടയ്ക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. 2.5 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ നൂൽപുട്ടും അതുപോലെ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ, ആ ഒരു പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ ഈ പൊടിയിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ ആ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. 2.5 കപ്പ് അരിപ്പൊടിക്ക് 2.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കാനേ. ഞാനിതിവിടെ ഒരു തവി കൊണ്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിനു മുമ്പ് ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിവിടെ 2 മിനിറ്റ് നേരം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. കണ്ടോ, ഇതുപോലെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിലൊരു കുഴി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് എല്ലായിടത്തും ഒരേപോലെ നമുക്കിങ്ങനെ ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. ഇനി ഇത് ഇതേപോലെ അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് വീണ്ടും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായി ഇഡലി ചെമ്പിലേക്ക് ഒരു സ്റ്റീമർ ഇറക്കി വെച്ച ശേഷം നമ്മൾ ഉരുട്ടി വെച്ച കൊഴുക്കട്ട ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ട് ഒരു 12 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കൊഴുക്കട്ട ഇവിടെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചെറിയ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊഴുക്കട്ട ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രിയാസ് ടേസ്റ്റി വേൾഡ് എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്